നമസ്കാരം. കഴിഞ്ഞ ആഴ്ച ഒട്ടനവധി ചിത്രങ്ങൾ തന്നെ OTT റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ആഴ്ച OTT റിലീസ് ചെയ്തതും ഇനി വരാനിരിക്കുന്ന ഫെബ്രുവരി 27 OTT റിലീസ് ചെയ്യാൻ പോകുന്നതുമായ സിനിമകളെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കുക എന്നതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച OTT റിലീസ് ചെയ്ത പ്രധാന ചിത്രങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് നവ്യ നായരും സൗബിൻ സാഹിറും കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച റതീന സംവിധാനം ചെയ്തിട്ടുള്ള പാതിരാത്രി എന്ന് പറയുന്ന ഒരു സിനിമയായിരുന്നു. ചിത്രം തിയേറ്ററിൽ വലിയ അഭിപ്രായം ഒന്നും നേടിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ഒരു ത്രില്ലർ സിനിമ എന്നുള്ള രീതിയിൽ തന്നെ കണ്ടിരിക്കാൻ പറ്റാവുന്ന ഒരു സിനിമ കൂടെയാണ്. സിനിമയിൽ നവ്യ നായരാണ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. പുള്ളിക്കാരി ഒരു പോലീസ് ഓഫീസറാണ്. ആ പുള്ളിക്കാരുടെ ഡ്രൈവറാണ് സൗബിൻ സാഹിർ എന്ന് പറയുന്ന വ്യക്തി. അങ്ങനെ ഇരുവരും ഒരു നൈറ്റ് പെട്രോളിങ്ങിന് പോവുകയും അവിടെ വെച്ച് ഉണ്ടാകുന്ന ഒരു സംഭവങ്ങളെയും കോർത്തിണക്കിക്കൊണ്ടാണ് കഥ സഞ്ചരിച്ച് മുന്നോട്ട് പോകുന്നത്. അതൊരു ക്രൈം ത്രില്ലറാണ്. ഒരു കൊലപാതകത്തിൽ ഇവർ അകപ്പെടുന്നതും ആ ഒരു കൊലപാതകത്തിന്റെ ലൂപ്പ് ഹോൾ അയച്ചുകൊണ്ട് ഇവർ ആ ഒരു കൊലപാതകത്തിൽ നിന്ന് പുറത്തു വരുന്നതും യഥാർത്ഥ കൊലപാതകിയെ കണ്ടുപിടിക്കുന്നതാണ് ഈ ഒരു സിനിമയുടെ പശ്ചാത്തലം എന്ന് പറയുന്നത്. രണ്ടാമത് OTT റിലീസ് ചെയ്ത മറ്റൊരു സിനിമ എന്ന് പറയുന്നത് മമ്മൂട്ടി ക്യാമിയോ റോളിൽ എത്തിയിട്ടുണ്ടായിരുന്ന വിശാഖ് നായർ, അതുപോലെ തന്നെ അർജുൻ അശോകൻ, റോഷൻ മാത്യു എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തിയിരുന്ന റെസ്ലിംഗിനെ ഒരു പശ്ചാത്തലമാക്കി എടുത്തിട്ടുള്ള ഒരു ചത്ത പച്ച എന്ന് പറയുന്ന ഒരു സിനിമയായിരുന്നു OTT റിലീസ് ചെയ്തിരിക്കുന്നത്. തിയേറ്ററിൽ അത്യാവശ്യം മോശമില്ലാത്ത അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നേടിയിട്ടുള്ള ഒരു സിനിമയായിരുന്നു. ഈ സിനിമയുടെ ഏറ്റവും വലിയ ഒരു മോശം വശം എന്ന് പറയുന്നത് ഈ സിനിമയിൽ മമ്മൂട്ടി ഒരു ഒരു ക്യാമിയോ റോളിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ മമ്മൂട്ടി അവതരിപ്പിച്ച ആ ഒരു ക്യാമിയോ റോൾ ബുള്ളറ്റ് വാൾട്ടർ എന്ന് പറയുന്ന ഒരു ക്യാമിയോ റോളിന് വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ട്രോളുകളും ഒക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ ഒരു സിനിമ റിലീസ് ആയ ഉടനെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അത് മമ്മൂട്ടിയുടെ ഭാഷയും അതുപോലെ തന്നെ മമ്മൂട്ടിയുടെ വേഷവിധാനം ഒക്കെ വലിയ രീതിയിൽ ഒരു കോമാളിത്തം നിറഞ്ഞ രീതിയിലായിരുന്നു. അതേ അവസ്ഥ തന്നെയാണ് ഈ ഒരു സംഭവം OTT റിലീസ് ചെയ്തപ്പോഴും അറിയാൻ സാധിച്ചത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ശബ്ദം മാറ്റിയിട്ടുണ്ടായിരുന്നു. മമ്മൂട്ടിക്ക് തിയേറ്ററിൽ ഡബ് ചെയ്തിരുന്ന ആ ശബ്ദത്തെ മാറ്റി കുറച്ചും കൂടെ മാറ്റങ്ങൾ വരുത്തിയിട്ടായിരുന്നു OTTയിലും ചെയ്തിരുന്നത്. പക്ഷെ അപ്പോഴും മമ്മൂട്ടിയുടെ ക്യാമിയോ റോള് വലിയ രീതിയിൽ തന്നെ എന്താണ് ഒരു ട്രോളിന് മെറ്റീരിയലായി മാറിയിട്ടുണ്ട്. അടുത്തൊരു സിനിമ എന്ന് പറയുന്നത് ആമോസ് അലക്സാണ്ടർ എന്ന് പറയുന്ന ഒരു മലയാള സിനിമ തന്നെയാണ്. ഈ ഒരു സിനിമയിലെ കേന്ദ്ര കഥാപാത്രം എന്ന് പറയുന്നത് നമ്മുടെ അജു വർഗീസ്, അതുപോലെ തന്നെ ഷാജോൺ, ജാഫർ ഇടുക്കി എന്നിവരാണ്. ഇതും ഈ പറഞ്ഞതുപോലെ ഒരു കൊലപാതകവും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ഒരു സിനിമയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സിനിമ കണ്ടപ്പോൾ എനിക്ക് ഒട്ടും കൺവിൻസിങ് അല്ലാത്തൊരു സിനിമയായിരുന്നു. ഭയങ്കര ബോറടി നൽകുന്ന, ഒരു സീരിയലിനെക്കാട്ടും ബോറടി നൽകുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഒരു സിനിമയും ഇപ്പോൾ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ പ്യൂപ്പ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ മലയാള സിനിമ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇത്തരത്തിൽ പിന്നെ ലക്കി എന്ന് പറഞ്ഞിട്ട് തമിഴിൽ നിന്നൊരു സിനിമ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കഴിഞ്ഞ ആഴ്ച OTT റിലീസ് ചെയ്തിട്ടുള്ള പ്രധാന ചിത്രങ്ങൾ എന്ന് പറയുന്നത്.